ഈ പീടികയും കച്ചവട പീടികയും കമ്പനിയെല്ലാം വെച്ചിട്ട് പൊതുയോഗം വരുമ്പോൾ അല്ലെങ്കിൽ പ്രകടനം വരുമ്പോൾ അതിനുള്ളിൽ നുഴഞ്ഞു കയറിക്കൊണ്ടിരുന്ന ഇന്നസെൻ്റ് ചിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. ബാക്കി സഹോദരന്മാരൊക്കെ നല്ല മിടുക്കന്മാരായിട്ട് പഠിച്ച് പല തരത്തിലേക്ക് പോയപ്പോഴും അപ്പൻ്റെ മകൻ എന്ന് പറയുന്ന ഇന്നസെൻ്റ് ഈ പൊതുയോഗവും പരിപാടിയും കാര്യങ്ങളായിട്ട് ഞാനതിന് അപ്പൻ്റെ ഒപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഞാൻ ചെറുതായിട്ട് കുട്ടികൾക്ക് നമ്മൾ വീട്ടിലൊക്കെ എൻ്റെ വീട്ടിൽ 8 മക്കളാണ്. അപ്പോൾ ഈ പ്രോഗ്രസ് കാർഡ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലൊന്നും പ്രോഗ്രസ് കാർഡ് ഇല്ല. ഡോൺ ബോസ്കോയിൽ പ്രോഗ്രസ് കാർഡ് ഇപ്പം ഇല്ലേ? ഇപ്പോൾ വ്യാപകമായിട്ടുണ്ട്. അപ്പം ഈ പ്രോഗ്രസ് കാർഡ് ഒരു തലവേദനയാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ പിതാവ് ഒപ്പിടണം ഈ മാർക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പം ഞാനിത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ പേടിച്ചിരിക്കുക, ഇനി എന്ത് ചെയ്യും. മാത്രമല്ല വീട്ടിലുള്ള ഈ മെമ്പേഴ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചന്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അതിനിടയിൽ എൻ്റെ അമ്മ പറയും ഇവൻ്റെ പ്രോഗ്രസ് കാർഡ് എന്താ വരാത്തത്? അപ്പം ഞാൻ പറഞ്ഞു അമ്മയെ ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി കാർഡ് അടിക്കണ്ടേ, അത് കാരണം അച്ചടിച്ച് വരണമെങ്കിൽ ഇത്തിരി നേരം വൈകും എന്ന് പറഞ്ഞ് ഈ അവസാനം ഈ മൺഡേ പ്രോഗ്രസ് കാർഡ് കൊണ്ടുവന്നില്ലെങ്കിൽ എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും. ഞാൻ ആ ഞായറാഴ്ച സൺഡേ ഞാനിങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവരുടെ മുമ്പിൽ വെച്ചിട്ട് ഈ പ്രോഗ്രസ് കാർഡ് കൊണ്ടുപോയ ഇവർ മുഴുവൻ കാണും. ഈ ചേട്ടനനിയന്മാരൊക്കെ അവരുടേതായ അവരുടേതായിട്ടുള്ള പണികൾ വെച്ച് തരും. ഭയങ്കര കുഴപ്പമാണ്. അപ്പോൾ ഇവരൊക്കെ ഇത്രയും ആൾക്കാരുള്ള കാരണം കൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഉറങ്ങില്ല, വല്ല മരുന്ന് കൊടുത്ത് ഉറക്കണവരെ. അങ്ങനെ ഞാൻ ഗതി കെട്ടിട്ട് അവസാനം ഇവർ അവിടെ ഇവിടെയൊക്കെ ഇല്ലാതായപ്പോൾ ഈ പ്രോഗ്രസ് കാർഡ് എടുത്ത് അപ്പനാണെങ്കിൽ തൊട്ടപ്പുറത്തൊരു മുറിയിൽ കിടക്കുന്നുണ്ട്. ഞാൻ ഈ ഡയറിയല്ല ഒരു പുസ്തകം എടുത്തിട്ട് ആ പ്രോഗ്രസ് കാർഡ് ഞാൻ എടുത്തപ്പോൾ ആ പ്രോഗ്രസ് കാർഡിൽ എൻ്റെ അപ്പൻ ആരും കാണാതെ ഒരു കള്ളനെ പോലെ വന്ന് ഒപ്പിട്ടിരിക്കുന്നു. നേരത്തെ ഒപ്പിട്ട് വെച്ചു. എൻ്റെ മനസ്സിൻ്റെ ഇംഗിതം മനസ്സിലാക്കിക്കൊണ്ട്, എൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അതിനകത്ത് ആരും കാണാതെ ഒപ്പിട്ടു എന്നും എനിക്ക് ആ സമയത്ത് അങ്ങനെ ഒപ്പിട്ട അപ്പനെ ഒന്ന് കാണണമെന്ന് തോന്നി. ഞാൻ ആ ജനലിൽ കൂടി നോക്കിയപ്പോൾ ഒരു കൈ തലയിൽ വെച്ചിട്ട് കിടന്നുറങ്ങേണ്ട എൻ്റെ അപ്പനെ എനിക്ക് ഒന്ന് ഉമ്മ വയ്ക്കണമെന്ന് തോന്നി എന്നാണ് ഞാൻ ആ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. അതുപോലെ ആയിരിക്കണം അപ്പൻ എന്നുകൂടെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊരു ശരിയാണ് എന്നെനിക്ക് തോന്നുന്നു. ശരിയാണോ? അത് വലിയ ശരിയാണ്, ചെറിയ ശരിയാണ്. ഞാനിപ്പോൾ താങ്കളുടെ മനസ്സ് കാണുകയാണ്. മനസ്സ് കാണുമ്പോൾ കണ്ണും കാണുന്നുണ്ട്. അപ്പനിങ്ങനെ താങ്കളുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. താങ്കളുടെ ജീവിതത്തിലെ പല സൗഭാഗ്യങ്ങൾക്കും കാരണം ഈ അപ്പനെന്ന വലിയ ശരിയായിരിക്കും. അതെ, പഠിച്ചു മുന്നേറുന്ന പിള്ളേരെക്കാൾ കൂടുതൽ ഒരു ഡോസ് കൂടി സ്നേഹം താങ്കൾക്ക് അപ്പൻ ചാലിച്ചു തന്നിരുന്നു. അപ്പൻ പ്രത്യേകിച്ച് അത് ചില സമയത്ത് പറഞ്ഞിട്ടുണ്ട്, അവരുടെ കയ്യിലൊക്കെ പുസ്തകത്തിലുള്ളതേ ഉള്ളൂ, ഇവൻ്റെ കയ്യിൽ പുസ്തകത്തിലുള്ളതല്ല, കൂടുതലുമുള്ളത് ജീവിതത്തിൽ അവൻ കണ്ടുമുട്ടിയതും കാര്യങ്ങൾ. അതൊക്കെ പുറമേ നിന്ന് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ഈ പുസ്തകവും കാര്യങ്ങളും 2 കുട്ടികളുമായിട്ടുള്ള എനിക്ക് എൻ്റെ പ്രായം അതെൻ്റെ ഒരു ഭാഗ്യമാണ്. ഞാൻ തോറ്റു കിടന്നത്. കാരണം എൻ്റെ പ്രായത്തിലുള്ളവർ കോളേജിലുള്ളപ്പോഴും ഞാൻ 8ാം ക്ലാസ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരവരാ.